വയറെരിയുന്നവന്റെ മിഴിനിറയാതിരിക്കാൻ ഡിവൈഎഫ്ഐ നടത്തുന്ന ഒരു കൈത്താങ്ങുണ്ട്, പൊതിച്ചോറ് വിതരണം. ആ കൈത്താങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങളും തയ്യാറെടുക്കുകയാണ്. അപ്പോൾ ഞങ്ങളാൽ കഴിയുന്ന പൊതിച്ചോറുകൾ ഞങ്ങളും കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഈ തയ്യാറെടുപ്പുകളാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജാതിമത ഭേദമന്യേ, രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും പങ്കാളികളാകുന്ന ഒരു പരിപാടിയാണ് ഇത്. അപ്പോൾ തലേ ദിവസം ഞാൻ കുറേ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം രാവിലെ 7 മണിയാകുമ്പോഴത്തേക്ക് അവരെത്തും. അവർക്ക് അപ്പോഴത്തേക്കും ഭക്ഷണം കൊടുക്കണം. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ സെറ്റാക്കി വെച്ചതുകൊണ്ട് എന്നാൽ പിന്നെ രാവിലെ പണി എളുപ്പമാവുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാനും അമ്മയും പുലർച്ചെ എണീറ്റിട്ടുണ്ട്. ഇന്നിപ്പോൾ ഈ ഭക്ഷണം ആരുടെ കൈകളിലായിരിക്കും എത്തുമെന്ന് നമുക്കൊരു എത്തും പിടിയില്ല. ആരുടെ കൈകളിലാണെങ്കിലും അവർ എന്തിനാണാവോ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുള്ളത്, അവിടുന്ന് അതൊക്കെ സുഖം പ്രാപിച്ച് നല്ല രീതിയിൽ വീട്ടിലേക്ക് മടങ്ങാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ അവിടെയുള്ള ഓരോരുത്തരും. അപ്പോൾ അമ്മ ഇങ്ങനെ ഓരോന്ന് റെഡിയാക്കുന്നുണ്ട്, ഞാനിങ്ങനെ ഓരോന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. പുലർച്ചെയാണിത്, ആരും എണീറ്റില്ല, ഞാനും അമ്മയും അച്ഛനും മാത്രമേ എണീറ്റുള്ളൂ. അപ്പോൾ വലിയ വിപുലമായ വിശദമായ ഭക്ഷണമൊന്നുമല്ല, നിങ്ങളാൽ കഴിയുന്ന ചെറിയൊരു ഭക്ഷണം. അപ്പോൾ അമ്മ ഇങ്ങനെ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ആക്കുന്നുണ്ട്. ഞാൻ അതിനിടയിൽ എൻ്റെ മറ്റ് ജോലികളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഭക്ഷണങ്ങൾ. അപ്പോൾ ഇന്നവിടെ എത്രത്തോളം ആൾക്കാരുണ്ടാവും, അവരൊക്കെ പല വിഷമത്തിലും വന്നതായിരിക്കും അവിടെ. അപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം അവർക്ക് കിട്ടുകയെന്ന് വെച്ചാൽ അത് വളരെ നല്ലൊരു സന്തോഷകരമായ കാര്യമാണ്. അപ്പോൾ ഒക്കെ റെഡിയാക്കി വെച്ച് എല്ലാം ഒന്ന് ചൂട് തണിയട്ടെ എന്ന് വിചാരിച്ച്. കാരണം ഇപ്പോഴേ കെട്ടി വെച്ച് അവർ ഉച്ചയ്ക്ക് തുറക്കുമ്പോഴത്തേക്ക് അത് വല്ലാത്തൊരവസ്ഥയിലായിരിക്കും. അപ്പോൾ എല്ലാം ഒന്ന് ചൂട് തണിയാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഞാനും അമ്മയും കൂടെ ഓരോരോ ഇലയിൽ ഓരോന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അവർ തന്ന കവറിൽ ഞാൻ കറികളൊക്കെ ആക്കി റബ്ബർ ബാൻഡ് കൊണ്ട് മുറുക്കെ കെട്ടി വെച്ച്. അപ്പോൾ അതിനിടയിൽ വസുദേവ് പപ്പേൻ്റെ കൂടെ ചേച്ചിക്കുട്ടീനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് കരഞ്ഞു മെഴുകുന്നുണ്ട്. ഇതൊക്കെയാണ് ഇവിടെ രാവിലെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഞങ്ങളുടെ ഈ പൊതിച്ചോറ് നടക്കുന്നുണ്ട്. വസുദേവിനെ അച്ചാച്ചൻ എടുത്തിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. എന്നിട്ടൊന്നും വസുദേവ് കരച്ചിൽ നിർത്തുന്നില്ല. അവസാനം മമ്മ എടുത്തു കൊണ്ടുപോയി. അപ്പോൾ ഓരോ ഇലയിലും 2 കറികളും വെച്ച് ഞാനിങ്ങനെ എല്ലാ പൊതിച്ചോറുകളും കെട്ടിവെച്ച്. അപ്പോഴത്തേക്കും സുരേഷ് ചേട്ടനും മനോജ് ചേട്ടനും ചിപ്പേട്ടനും വന്നിട്ട് അത് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഇവരിതൊരു 7 മണിയാകുമ്പോഴത്തേക്ക് നമ്മുടെ അടുത്തുനിന്ന് വാങ്ങിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. ഇങ്ങനെ ഒട്ടനേകം വീടുകളിൽ നിന്ന് ഇവർക്കത് കളക്ട് ചെയ്യേണ്ടതുണ്ട്. എന്നിട്ടിത് കോഴിക്കോട് എത്തിക്കണം, അർഹതപ്പെട്ട കൈകളിലേക്ക് എത്തിക്കണം. അപ്പോൾ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ സംഘാടകർക്കും ആശംസകൾ.